ഹലോ, ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ കൃതയിലെ ബ്രഷ് സെറ്റിങ്ങുകളെക്കുറിച്ചും ബ്രഷുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. കൃത ബ്രഷ് എഞ്ചിൻ ഒരു വലിയ എന്താ പറയുക ഒരു ഫീൽഡാണ്. വലിയൊരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സെറ്റിങ്സും ഓപ്ഷൻസും ഒരുപാട് കസ്റ്റമൈസേഷനും നിങ്ങൾക്ക് അനുവദിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ് കൃതയുടെ ബ്രഷ് എഞ്ചിൻസ്. സോ നമ്മുടെ ബ്രഷ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബ്രഷ് എഞ്ചിൻ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ തുറക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് F5 അടിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ബ്രഷ് എഞ്ചിൻ നിങ്ങൾക്ക് കിട്ടും. ഇതെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള ബ്രഷ് എഞ്ചിനുകളാണ്. നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഓരോന്നും ഓരോ ടൈപ്പ് ബ്രഷ് എഞ്ചിനുകളാണ്. മുകളിൽ കാണുന്ന ഈ ഏരിയ ഇത് ബ്രഷുകൾ ലോഡ് ചെയ്യാനും സേവ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു പ്രീസെറ്റ് ഏരിയയാണ്. ബ്രഷ് പ്രീസെറ്റ് സേവ് ലോഡ് പ്രീസെറ്റ് ഏരിയ. അതിന് താഴെയായിട്ട് കാണുന്ന ഈ സ്ക്വയർ ഏരിയ ഇത് നമ്മുടെ ബ്രഷിൻ്റെ സെറ്റിങ്സ് വിൻഡോ. അതുപോലെ തന്നെ ഈ ഏരിയ ബ്രഷുകളുടെ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു മീഡിയ ആണ്. സോ ഇതെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള എഫക്റ്റുകൾ തരുന്ന ബ്രഷ് എഞ്ചിനുകൾ ടൈപ്പുകളാണ്. നമ്മളിന്ന് ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറേ ടെസ്റ്റ് ചെയ്ത് നമ്മളിവിടെ വരച്ചെന്ന് പറഞ്ഞാൽ നമുക്കത് റീസെറ്റ് ചെയ്യാൻ ഈ അവസാനത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതൊക്കെ പോകും. വീണ്ടും നമുക്ക് വരക്കാം. ഇനി നമുക്ക് ബ്രഷിൻ്റെ ലോഗോ, ബ്രഷിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രേഡിയൻ സർഫസ് അവിടെ കിട്ടും. അപ്പോൾ ഗ്രേഡിയൻ സർഫസിൽ നമ്മുടെ ബ്രഷുകൾ എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് കാണാം. ഇത് ഒരു വൈറ്റ് ഫീൽ അവിടെ നമുക്ക് തരും, സെയിം ആസ് ദിസ് വൺ. നമുക്ക് ഒരു ബ്രഷ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പിക്സൽ ബ്രഷസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു പരിചയക്കുറവ് കാരണം നമുക്ക് ചിലപ്പോൾ ചില കൺഫ്യൂഷൻ തുടക്കത്തിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഓൾറെഡി ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഇങ്ക് ബ്രഷിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു റൗണ്ട് പാറ്റേൺ ഇവിടെ കിട്ടും. നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രഷിൻ്റെ സെറ്റിങ്സ് ഇവിടെ കാണാം. നമ്മളതിന് താഴെ നിങ്ങൾക്ക് കാണാം ഡീഫോൾട്ട് പ്രീസെറ്റ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ബ്രഷിൻ്റെ പേര് പോവും. ഡീഫോൾട്ടായിട്ടൊരു ബ്രഷ് തരും. നിങ്ങൾക്കതിൻ്റെ റേഡിയസ് ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് വലുതായല്ലോ. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് ഇങ്ങനെ കാണാം. റേഷ്യോ എന്ന് പറയുന്നത് നമ്മളതിനെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ ഡയമീറ്ററുകളുടെ രൂപക അതിൻ്റെ ആ ഒരു ഓവൽ ഷേപ്പിലേക്ക് അത് മാറി, റൗണ്ട് ഷേപ്പ് അത് ഒഴിവായി. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയാണ്. നമുക്കതിനെ ആംഗിൾ ചരിക്കണമെങ്കിൽ നമുക്കിങ്ങനെ ആംഗിളൊക്കെ ഇവിടെ ചരിക്കാം. ഓക്കെ, സോ നമുക്ക് റേഷ്യോ കംപ്ലീറ്റ് എടുക്കാം. ഡയമീറ്റർ ഏകദേശം ഇവിടെ കൊണ്ടുപോയി വെക്കാം. ഓക്കെ, ഇനി ഞാനിങ്ങനെ പ്രഷർ കുറച്ച് വരച്ചു കഴിഞ്ഞാൽ എൻ്റെ പെൻ ടാബ്ലറ്റിൽ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പാസിറ്റി കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതെങ്ങനെ ഒഴിവാക്കാം? അപ്പോൾ നമ്മുടെ താഴെയായിട്ട് ഒപ്പാസിറ്റി ഹാൻഡിൽ എനേബിൾ പെൻ സെറ്റിങ്സ് എന്നിവിടെ കാണാം. അത് ജസ്റ്റ് അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഒപ്പാസിറ്റി തന്നെ അത്ര എഫക്റ്റ് ചെയ്യുന്നത്. എന്നാലും നിങ്ങൾക്കൊരു ഒപ്പാസിറ്റി ലെവലവിടെ എഡ്ജിലൊക്കെ നന്നായിട്ട് തോന്നാം. അങ്ങനെയുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്ലോ എന്ന് പറയുന്ന ഈ സെറ്റിങ്സിൽ ഫ്ലോയും അതുപോലെ തന്നെയുള്ളൊരു മിക്സിങ് ആട്രിബ്യൂട്ടാണ്. നമ്മളതും അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് കാണാൻ കഴിയില്ല. അതിൻ്റെ തുടക്കം കൊടുക്കുക ഒരേ ഡാർക്ക്നെസ്സിൽ കിട്ടും. സോ ഒപ്പാസിറ്റിയും ഫ്ലോയും പെൻ സെറ്റിങ്സ് നമ്മൾ ഓഫ് ചെയ്യുന്നത് കണ്ടു. ഇനി സൈസും നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എത്ര ലൈറ്റായിട്ട് കൊടുത്താലും എത്ര പ്രഷർ കൂട്ടി കൊടുത്താലും ഒരേ ലൈൻ കൊടുത്താണ് നമുക്ക് തരുന്നത്. നമുക്കത് ടിക്ക് ചെയ്തുകൊണ്ട് ഈ ഗ്രാഫ് ഇതിൻ്റെ പ്രഷർ ഇങ്ങനെ മുകളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ലൈറ്റായിട്ട് പ്രസ് ചെയ്താൽ പോലും അത് നല്ല തിക്നെസ് ആയിട്ട് വരും. അപ്പോൾ ഇത് താഴത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല പ്രസ് ഉപയോഗിച്ച് അമർത്തി കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് നിങ്ങളുടെ മുമ്പിൽ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ കർവ് ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിലിട്ട പോയിൻ്റുകൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. അങ്ങനെ പെൻ സെറ്റിങ്സ് ഒഴിവാക്കി ഇപ്പോൾ എനിക്ക് ഒരു ലൈൻ കൊടുത്ത് കൃത്യമായിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെയുള്ളൊരു സെറ്റിങ്സാണ്. നമുക്ക് ബ്രഷ് ടിപ്പിൽ പോയിട്ട് ഇതിൻ്റെ സ്പേസിങ് ഞാൻ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ റൗണ്ടുകളുടെ സ്പേസിങ് മാറിയിട്ടുണ്ട്. ഈ ഓട്ടോ ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
അത് ഒരു ഓട്ടോമാറ്റിക്കലി ഒരു കാൽക്കുലേഷൻ നടത്തും. ഓട്ടോ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു 8 ഇട്ട് കഴിഞ്ഞാൽ അത് രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അത് നമുക്ക് തരാം. നമുക്കത് ഒഴിവാക്കാം. സ്പൈക്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും കാണുന്നില്ല. ഇത് 0.01 ആയിരുന്നു അതിൻ്റെ ഫസ്റ്റ് ഡീഫോൾട്ട് അളവ്. ഇനി സ്പൈക്സ് നമുക്കവിടെ 2 കിടക്കട്ടെ. ഓക്കെ, അതുപോലെ തന്നെ ഫെയ്ഡ് എഫക്റ്റ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഫെയ്ഡാണ്. അതിൻ്റെ ഈ എഡ്ജിൻ്റെ ഫെയ്ഡ് എഫക്റ്റുകളാണ്. അത് നമുക്ക് സൂക്ഷ്മമായിട്ട് കാണാൻ കഴിയില്ല. നമുക്ക് ഈ രണ്ടളവുകൾ ഒരുമിച്ചിട്ട് വലുതാക്കണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുമിച്ചിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഒന്ന് ചേഞ്ച് ചെയ്താൽ മറ്റേതും ചേഞ്ച് ചെയ്യും. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് സ്മൂത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കാറ്റർ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാം, ബ്രഷുകൾ സ്കാറ്റർ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. മറ്റു നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ പാറ്റേൺ ആണ്. പാറ്റേൺ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാറ്റേൺ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്താൽ പിന്നെ ഞാൻ വരക്കുന്ന ബ്രഷിലൊക്കെ ആ പാറ്റേണിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കും, കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബമ്പ് മാപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇത്തരത്തിലുള്ള ബ്രഷസ് യൂസ് ചെയ്യാം. മറ്റൊന്ന് നമ്മുടെ ഡാർക്കനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് വേറൊരു കളർ സെറ്റ് ചെയ്യാം. കാണാം, വരച്ചു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഡാർക്കൻ ഞാൻ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് അനുസരിച്ചിട്ട് കണ്ടോ കളറിൻ്റെ ഒരു വേരിയേഷൻ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ അവിടെ അത്തരത്തിലുള്ള കുറച്ച് മോഡുകളുണ്ട്. ഡാർക്കൻ, മിക്സ്, വാല്യൂ, എയർ ബ്രഷ്, സാച്ചുറേഷൻ. ഇപ്പോൾ ഹ്യൂ ഒക്കെ എടുത്തിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് 1-2 ഒരുമിച്ച് ടിക്ക് ചെയ്യാം. അതിൻ്റേതായിട്ടുള്ള എഫക്റ്റിൽ ചേഞ്ച് ഉണ്ടാകും. സോ അതും നിങ്ങൾക്ക് കളറുകൾ നിങ്ങളുടെ ഇഷ്ടാനുസാരണം സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ സൈസിന് യാതൊരു എഫക്റ്റും വേണമെങ്കിൽ സൈസ് ഇവിടെ ഒഴിവാക്കാം. അപ്പോൾ സൈസ് ഒരേപോലെ വരും. സൈസ് ഇവിടെ ഉണ്ട്. സ്ട്രെങ്ത് കുറക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ 100% ഓൺ എന്നുള്ള രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ബ്രഷ് ടിപ്പിൽ ആൻറ്റി ഏലിയാസിംഗ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ആൻറ്റി ഏലിയാസിംഗ് ക്ലിക്ക് ചെയ്താൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ളൊരു ലൈൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഞാനിവിടെ സൂം ഔട്ട് ചെയ്തിട്ട് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സ്മൂത്തായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും ആ സ്മൂത്ത്നെസ് കാണാം. ഞാൻ എൻ്റെ ക്യാൻവാസ് വളരെയധികം സൂം ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് ആ സൂം ചെയ്തിട്ടുള്ള രൂപമാണ് കാണുക. ഓക്കെ, അത് ഞാനിപ്പം അങ്ങോട്ട് മനസ്സിലാക്കിയതാണ്. ഇതുവരെ എനിക്കറിയില്ലായിരുന്നു. ഓക്കെ, നമ്മൾ ആ ക്യാൻവാസ് റീസെറ്റ് ചെയ്യുന്നു. സോ ഇത് നമ്മളിപ്പോൾ ഒരു ബ്രഷ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു, ഒരു ഈവൻ തിക്നെസ് ഉള്ള ഒരു ബ്രഷ് ക്രിയേറ്റ് ചെയ്തു. ഇതെങ്ങനെ സേവ് ചെയ്യാം? അപ്പോൾ സേവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതുപോലുള്ളൊരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു തമ്പനെയിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വരക്കാവുന്നതാണ്. അപ്പോൾ ഇതിലുള്ള ബ്രഷുകളെല്ലാം ഈ ഒരു ആംഗിളിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പോസിറ്റിൽ നിന്ന് ഒരു ബ്രഷ് വരക്കാവുന്നതാണ്. നിങ്ങളിഷ്ടം പോലെയാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു സാധനം ഇട്ടു. ഓക്കെ, ഇനി നമ്മുടെ ബ്രഷിനൊരു പേര് കൊടുക്കണം. എന്താ പേര് കൊടുക്കേണ്ടത്? മൈ പെൻ. ഓക്കെ, ജസ്റ്റ് എന്നിട്ട് സേവ് ടു പ്രീസെറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൊരു പ്രീസെറ്റ് ആഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് കാണാം ഇവിടെ ഓൾറെഡി ഒരാളുണ്ട്. ഞാൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ വന്ന ആളുകളാണ്. ഒക്കെ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ആളുകളാണ്. ഓക്കെ, എനിവേ ഇതാണ് നമ്മുടെ ബ്രഷ്. ഇപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് എല്ലാം താഴെ ലോഡായി. ഇനി നിങ്ങൾ വേറെ ബ്രഷ് എടുത്താലും നമ്മുടെ ഈ ബ്രഷിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിങ്സുകളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ബ്രഷ് പ്രീസെറ്റ്സിൽ ഓൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയും നമ്മുടെ ബ്രഷ് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ രൂപത്തിലാണ് നമ്മൾ ബ്രഷുകൾ ക്രിയേറ്റ് ചെയ്തത്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി നമ്മൾ ഈ സേവ് ചെയ്ത് വെച്ച ബ്രഷുകളൊക്കെ എവിടെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാവുക? അപ്പോൾ സെറ്റിങ്സിൽ മാനേജ് റിസോഴ്സസ്, അതിൽ നിന്ന് ഓപ്പൺ റിസോഴ്സ് ഫോൾഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു കുറേ ഫോൾഡറുകൾ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ബ്രഷസ് എന്ന് കാണാം. പക്ഷേ ബ്രഷസിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ബ്രഷുകളെ എടുക്കുന്നത് പെയിൻറ്റ് ഓപ്പറേഷൻ പ്രീസെറ്റ്സ് എന്നുള്ള പേരിലാണ്. അത് പെയിൻറ്റ് OP പ്രീസെറ്റ്സ് എന്നുള്ളൊരു ഫോൾഡർ കാണാം.
അതിനുള്ളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ ബ്രഷുകളൊക്കെ കാണാം. അതെല്ലാം അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം പോവുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾക്കത് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രഷുകളൊക്കെ പോയിട്ടുണ്ടാകും. സോ ആ രൂപത്തിലാണ് നമ്മൾ ബ്രഷുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും ഒഴിവാക്കുന്നതും. അതിനെ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് അടിച്ച് വേറെ ആളുകൾക്ക് ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ നിങ്ങൾക്ക് കൊടുക്കാം. മറ്റൊന്ന് കൃതയിലെ മറ്റൊരു ടൈപ്പ് ബ്രഷാണ് ക്ലോൺ ബ്രഷ്. ഓക്കെ, ക്ലോൺ ബ്രഷ് എന്താണെന്ന് നമുക്ക് നോക്കാം. ക്ലോൺ ബ്രഷ് ജസ്റ്റ് നമ്മൾ അതിന് മുമ്പ് ഒരു പിക്ചർ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കൊരു പിക്ചർ തുറക്കാം. ഓക്കെ, നമ്മുടെ ഡ്രോയിങ് ഇവിടെ ഉണ്ട്. കുറച്ച് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഒരു ക്ലിക്ക് ഇവിടെ കൊടുക്കാം. നമ്മുടെ ക്യാൻവാസ് വലുതായി ഇത്ര പെട്ടെന്നല്ല. അതിന് താഴെ നമുക്ക് വൈറ്റ് നിറക്കാം. ബാക്ക് ഹാർട്ട് കൺട്രോൾ ബാക്ക് സ്പേസ് ആണോ ഷിഫ്റ്റ് ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോർഗ്രൗണ്ട് കളർ അവിടെ പേസ്റ്റ് ആവും. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഇപ്പോൾ ക്ലോൺ ബ്രഷാണ്. ഞാൻ അതിനിങ്ങനെ വലുതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു ക്രോസ് മാർക്ക്, ഒരു എക്സ് മാർക്ക് അവിടെ കാണാം. അപ്പോൾ കൺട്രോൾ പിടിച്ചിട്ട് ഞാനൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ഫോട്ടോഷോപ്പിലെ ക്ലോൺ ടൂളാണ് ഇത്. പക്ഷേ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഒന്നും വരില്ല, കാരണം ഞാൻ വ്യത്യസ്തമായ ലെയറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സെയിം ലെയറിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഭാഗം ക്ലിക്ക് ചെയ്തു, ഒരു ഭാഗം ക്ലിക്ക് ചെയ്തെടുത്തു. ഇനി ഇവിടെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫോട്ടോഷോപ്പിലെ ക്ലോൺ ടൂളിൻ്റെ എഫക്റ്റാണ് ക്ലോൺ ബ്രഷ്. ഓക്കെ, വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ക്ലോൺ ടൂൾ അതിനാണ് യൂസ് ചെയ്യുന്നത് എന്ന സാരം. അതുപോലെ തന്നെ ക്ലോൺ ടൂളിൻ്റെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബ്രഷ് ടിപ്പ് ഉണ്ട്, ബ്ലെൻഡിങ് മോഡ് ഉണ്ട്, ഒപ്പാസിറ്റി ഉണ്ട്. അതിൽ പെയിൻറ്റിങ് മോഡ് എന്ന് പറയുന്ന പുതിയൊരാളെ കാണാം. ഇതിലാണ് നിങ്ങളുടെ ക്ലോൺ ബ്രഷിൻ്റെ സെറ്റിങ്സ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ ഹീലിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ബ്രഷ് നമ്മുടെ ഹീലിംഗ് ബ്രഷ് ടൂളിൻ്റെ ഒരു എഫക്റ്റിലാണ് വർക്ക് ചെയ്യുക. അഥവാ ജസ്റ്റ് ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് നമ്മൾ ഒറിജിനൽ ഫോട്ടോഗ്രാഫിലാണത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ കഴിയുക. അതായത് നമ്മുടെ ശരീരത്തിലെ പാടുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഹീൽ ചെയ്യാം. ഒരു ഭാഗം നമ്മൾ ആദ്യം റെഫർ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് അതിനെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കോപ്പി ചെയ്ത് തരും. കളറൊക്കെ അനുസരിച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്തു തരും. ക്ലോൺ ബ്രഷ് ഒറിജിനൽ ഫോട്ടോഗ്രാഫി വെച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഏതായാലും അതിൻ്റെ ഓപ്ഷൻസ് അവിടെ ഉണ്ട് മനസ്സിലാക്കുക. പിന്നെ ഇതൊക്കെ ടെസ്റ്റിങ്ങിന് വിധേയമാണ്. നിങ്ങളുടെ സെറ്റിങ്സുകളനുസരിച്ചിട്ട് ടെസ്റ്റിങ്ങിന് വിധേയമാണ്. നിങ്ങൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം അത്. എന്നിട്ട് നിങ്ങൾക്കിത് സേവ് ചെയ്ത് വെക്കുമ്പോൾ ഒരു ബ്രഷായിട്ട്, അതായത് ക്ലോൺ ബ്രഷ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ്. നമുക്ക് ക്ലോൺ ബ്രഷ് സെറ്റ് ചെയ്ത് നമ്മുടെ സെറ്റിങ്സുകളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ട് നമുക്കത് പുതിയൊരു ബ്രഷായിട്ട് ക്ലോൺ ബ്രഷ് എന്ന രൂപത്തിൽ സേവ് ചെയ്ത് വെക്കാം. ഹീലിംഗ് ബ്രഷ് എന്ന രൂപത്തിലും സേവ് ചെയ്ത് വെക്കാം. സോ അതാണ് ക്ലോൺ ബ്രഷ്. മറ്റൊന്നുള്ളത് ഫിൽറ്റർ ബ്രഷാണ്. ഫിൽറ്റർ ബ്രഷ് നിങ്ങൾക്ക് ഇവിടെ കാണാം. പ്രത്യേകിച്ചൊന്നും നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയുന്നില്ല. അപ്പോൾ ഫിൽറ്റർ ബ്രഷ് എടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ബ്രഷിൻ്റെ സൈസ് വലുതാക്കി ഞാൻ ചെയ്യുമ്പോഴൊന്നും പ്രത്യേകിച്ചൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സിൽ നമുക്ക് പോകാം. ഫിൽറ്റർ ബ്രഷ് എടുത്തു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻസിന് പുറമെ ഫിൽറ്റർ എന്നൊരു മെനുവിൽ ഫിൽറ്റർ എന്ന് കാണാം. അപ്പോൾ ഫിൽറ്ററിനുള്ളിൽ ഒരുപാട് ഫിൽറ്ററുകൾ കാണാം. നമ്മുടെ ഫിൽറ്റർ ഓപ്ഷൻസിൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാം. അപ്പോൾ അതിൽ ഞാൻ ബ്ലർ സെലക്ട് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ റേഡിയസും വെർട്ടിക്കൽ റേഡിയസും ഞാൻ 15-17 എത്തിച്ച്. ഇനി ഞാനിവിടെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എൻ്റെ ബ്രഷ് ബ്ലർ എഫക്റ്റിൽ വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഫിൽറ്റർ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഫിൽറ്ററിൽ ഓപ്ഷൻ ടിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഇവിടെ ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ബ്രഷ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ ബ്ലർ ബ്രഷ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സേവ് ടു പ്രീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പുതിയൊരു ബ്രഷ് കിട്ടും. ഇനി ബ്ലറിന് പകരം നിങ്ങൾക്ക് ബേൺ ടൂൾ, ഫോട്ടോഷോപ്പിലെ ബേൺ ടൂൾ നിങ്ങൾ സെലക്ട് ചെയ്താൽ നമ്മുടെ പിക്ചറിൽ അത് ബേൺ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, നമുക്ക് കളർ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ബേൺ ടൂൾ അവിടെയുണ്ട്. ഇനി ഡോഡ്ജ് ആണെങ്കിൽ ഡോഡ്ജും അവിടെയുണ്ട്. അതുപോലെ തന്നെ മറ്റ് സെറ്റിങ്സുകൾ, ഉദാഹരണത്തിന് മോഷൻ ബ്ലർ ഉണ്ട്. മോഷൻ ബ്ലർ ഏത് ആംഗിളിലാണ് നിങ്ങൾക്ക് ബ്ലർ വേണ്ടത്, എത്ര ലെങ്ത്തിൽ നിങ്ങൾക്ക്
ബ്ലറുമാണെന്നുള്ളത് സെറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ ആംഗിൾ അനുസരിച്ചിട്ട് അവിടെയൊക്കെ ബ്ലർ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ കാൽക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ മോഷൻ ബ്ലർ അവിടെ നിങ്ങൾക്ക് ആ രൂപത്തിൽ കൊടുക്കാവുന്നതാണ്. അത് ബ്രഷിലാണ് അത്. ഇവിടെ ഓൾറെഡി ഫിൽറ്ററിൽ മോഷൻ ബ്ലർ എഫക്റ്റ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെയും മോഷൻ ബ്ലർ കൊടുത്തിട്ട് അതിനെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ബ്രഷിൽ നിങ്ങൾക്ക് മോഷൻ ബ്ലർ ഇൻക്ലൂഡ് ചെയ്യാം. അതാണ് ഫിൽറ്ററുകൾ. വ്യത്യസ്ത തരത്തിലുള്ള ഫിൽറ്ററിങ് മോഡുകൾ അനവധിയുണ്ട്. നിങ്ങൾക്ക് അതിൽ സെറ്റ് ചെയ്തിട്ട് പല രൂപത്തിൽ നിങ്ങൾക്ക് ഫിൽറ്റർ ബ്രഷുകളെ യൂസ് ചെയ്യാം. മറ്റൊന്ന് ബ്രിസിൽ ബ്രഷാണ്. ബ്രിസിൽ ബ്രഷ് അതിൻ്റെ ആ ഒരു നാരുകളൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഹെയറി ബ്രഷാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്രഷ് സെലക്ട് ചെയ്ത്, ഓക്കെ, നമ്മുടെ കളർ വൈറ്റാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. കണ്ടോ, നമുക്ക് ബ്രഷ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് നമ്മളിങ്ങനെ വലുതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ കമ്പനിയിൽ ഇവിടെ കാണാം. അതുപോലെ തന്നെ ബ്രിസിൽ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്കെയിൽ കാണാം. അപ്പോൾ നിങ്ങൾ വലുതാക്കി കഴിഞ്ഞാൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള രൂപ വ്യത്യാസങ്ങൾ ബ്രഷിന് നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ ഇങ്ക് ഡിപ്ലീഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പാസിറ്റി, ഇപ്പോൾ നമ്മൾ ഇത്രയും വരച്ചു കഴിഞ്ഞാൽ ഉടനെ ഒപ്പാസിറ്റി അവസാനിക്കും. ഇനി അതുപോലെ തന്നെ സാച്ചുറേഷനാണ് കൊടുക്കുന്നതെങ്കിൽ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് വരിക. ഒപ്പാസിറ്റിയും സാച്ചുറേഷനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ വരും. അത് സോക്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോക്കിങ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഏത് കളറിൽ നിന്നാണോ നമ്മൾ വരക്കുന്നത് ആ കളർ അതിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ സാച്ചുറേഷൻ ഓഫ് ആക്കിയിട്ട് ചെയ്ത് വെക്കാം. കാണാം കളറുകൾ തമ്മിൽ ഏത് കളറിൽ നിന്നാണോ ഞാൻ വലിച്ചെടുക്കുന്നത് ആ കളറോട് കൂടെ മിക്സ് ചെയ്തിട്ടാണ് ബ്രിസിൽ ബ്രഷ് അപ്പോൾ വർക്ക് ചെയ്യുക. അതാണ് സോക്കിങ്. അതുപോലെ തന്നെ റൊട്ടേഷൻ, പെയിൻറ്റിങ് മോഡ് നിങ്ങൾക്ക് ഇതൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഒക്കെ ചെറിയ ചെറിയ എഫക്റ്റുകളായിരിക്കും. പക്ഷേ നമ്മൾ അത് ഉപയോഗിച്ച് അതിൻ്റെ ഓരോ സെറ്റിങ്സിൻ്റെയും രൂപം വർക്ക് ചെയ്തുകൊണ്ട് നമ്മളത് പഠിക്കുമ്പോഴാണ് നമുക്കതിൻ്റെയൊക്കെ കറക്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് മനസ്സിലാവുന്നത്. ഞാൻ ഈ ബ്രഷസ് ഒന്നും അധികം യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ ഇപ്പോൾ നിവൃത്തിയില്ല. So in this video that's all. I hope you got something useful from this video. അടുത്ത വീഡിയോയിൽ കാണാം. കൃത മലയാളം ട്യൂട്ടോറിയലുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീഡിയോകൾ ഷെയർ ചെയ്യുമല്ലോ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.